ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ഏതൊരു വീഡിയോ എടുത്ത് നോക്കിയാലും അതിന്റെ കമന്റ് സെക്ഷനിൽ വരുന്ന പ്രധാന കാര്യമാണ് അനുമോളുടെ സദാചാരം. അനുമോളെ അത് പറഞ്ഞിട്ടാണ് എല്ലാവരും ഡീഗ്രേഡ് ചെയ്യുന്നത്. അതിന്റെ എവിഡൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അത് നോക്കാം. ഒരു ഇൻസിഡന്റ് ഒരാൾ കണ്ടു എന്ന് പറഞ്ഞു, പക്ഷെ അത് കണ്ടില്ല എന്ന് എല്ലാവരും ഒന്നിച്ച് പറയുന്നു. അതിനുശേഷം ഈ ഇൻസിഡന്റ് പലരും കാണുന്നു, പക്ഷെ അതിനൊരു ഒപ്പീനിയൻ ഇല്ലാതെ നിൽക്കുന്നു. ബിഗ് ബോസിൽ നിന്ന് നേരത്തെ എവിക്റ്റ് ആയി പോയ ഒരാളായിരുന്നു അഭിലാഷ്. അഭിലാഷിന് ഏഷ്യാനെറ്റിന്റെ വകയായിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതായത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അനുമോള് മോശമായിട്ടുള്ള ഒരു സംഭവം കണ്ടു. മോഹൻലാൽ വന്ന് ചോദിച്ചപ്പോഴത്തേനും അനുമോള് പറഞ്ഞു ഞാനിത് കണ്ടിട്ടുണ്ട്. അപ്പൊ മോഹൻലാൽ സമ്മതിക്കുന്നില്ല. അവിടെയുള്ള ബാക്കിയുള്ള ആളുകളോട് ചോദിച്ചപ്പോഴും അവരും പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഇത്രയും ക്യാമറയുള്ള റൂമിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാനുള്ള വിവരമില്ലാത്ത ആളുകളല്ല ഇവര്. അനുമോള് നുണ പറയുന്നതാണ്. കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അനുമോള് പറയുന്നതാണ്. മറ്റുള്ളവരുടെ ജീവിതം വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കരുതെന്ന് അഭിലാഷ് സഹിതം പറഞ്ഞു. ആദ്യം അനുമോള് മാത്രമാണ് കണ്ടെന്ന് പറഞ്ഞേ, പിന്നെ പലരും പല സാഹചര്യങ്ങളിൽ ഇവര് തമ്മിലുള്ള പല കാര്യങ്ങളും കണ്ടു. അതാണ് അഭിലാഷ് പറയുന്നത്. ഒന്നുകൂടെ ഞാൻ വ്യക്തമായിട്ട് അത് കേൾപ്പിച്ചു തരാം. എന്താണെന്ന് ഊഹിച്ച് പൂരിപ്പിച്ചെടുക്കണം. ഒരു ഇൻസിഡന്റ് ഒരാൾ കണ്ടു എന്ന് പറഞ്ഞു, പക്ഷെ അത് കണ്ടില്ല എന്ന് എല്ലാവരും ഒന്നിച്ച് പറയുന്നു. അതിനുശേഷം ഈ ഇൻസിഡന്റ് പലരും കാണുന്നു. അവിടെ മോഹൻലാൽ സാറ്റർഡേ എപ്പിസോഡിൽ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞിരുന്നു. 6 മണിക്കൂർ 7 മണിക്കൂർ അവരവിടെ നോക്കിയിട്ടും ഇങ്ങനൊരു സംഭവം അവിടെ കണ്ടില്ലെന്ന്. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിലും അവരൊന്നും പറയാൻ പോകുന്നില്ല. കാരണം രണ്ടുപേരുടെ ജീവിതം പോകുന്ന കേസാണ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ഇവർ വെളിപ്പെടുത്തത്തില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ടെന്ന്, ആ ഷോയിൽ നടന്നിട്ടുണ്ടെന്ന് പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഷോയുടെ ക്രെഡിബിലിറ്റിയാണ് നഷ്ടപ്പെടുന്നത്. അങ്ങനെ അവർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നടന്നിട്ടുണ്ടെങ്കിലും അവർ പറയില്ല. അത് 100% ഉറപ്പാണ്. ഈ സംഭവത്തെ കുറിച്ച് ഇങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ അഭിലാഷ് മാത്രമാണ് തന്നതെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചിന്തിക്കാം അഭിലാഷിന് അവരോടുള്ള അസൂയ കൊണ്ട് പറഞ്ഞാണ്. അഭിലാഷ് ആദ്യം എവിക്റ്റ് ആയി പോയ അസൂയ കൊണ്ട് പറഞ്ഞാണ്. അഭിലാഷ് മാത്രമല്ല പ്രവീണും പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയിട്ട് പ്രവീണ എയർപോർട്ടിൽ വെച്ച് ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്നത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടോ അറിയില്ല, ബട്ട് ആ വീടിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളും അനുമോൾ പറഞ്ഞ ഒരു എക്സ്റ്റെന്റ് വരെ കറക്റ്റ് കാര്യങ്ങളുണ്ട്. അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഈ വീഡിയോയിൽ പ്രവീൺ പറയുന്നുണ്ട് അവിടെ നടക്കുന്ന എല്ലാം പറയാൻ പറ്റത്തില്ല. അനുമോൾ പറയുന്നത് ഒരു പരിധിവരെ സത്യമാണ്. അതായത് അനുമോളോടെ പറയുന്ന പല കാര്യങ്ങളും സത്യമാണ്. അവിടെയുള്ള ആൾക്കാർ സ്വന്തം ഫാം വൈറ്റ് വാഷ് ചെയ്തിട്ട് അനുമോളെ അവിടെ ഡീഗ്രേഡ് ചെയ്യാണ്. അതാണ് സംഭവിക്കുന്നത്. ഇവർ രണ്ടുപേരും പറഞ്ഞ ഈ കാര്യങ്ങളാണ്. പ്രവീണ് പറഞ്ഞ കാര്യം മാറ്റി പറഞ്ഞു, അത് വേറെ കാര്യം. അതായത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്നവരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് വിളിച്ച് വിലക്കുന്ന പതിവാണ്. എനിക്കറിയില്ല, മേ ബി അത് ഞാൻ പറയുന്നത് ശരിയാണെന്ന് അറിയില്ല. മേ ബി അത് അവരുടെ ഗെയിം ആയിരിക്കാം. ഇതിന്റെ അകത്ത് വ്യക്തമായിട്ട് അഭിലാഷ് പറയുന്നുണ്ട്. അഭിലാഷ് എല്ലാം കണ്ടിട്ടുണ്ട്. മാത്രമല്ല അനുമോള് പറഞ്ഞല്ല സത്യമാണ്. ഇവരിങ്ങനെയൊക്കെ നടന്നിട്ടും അവിടെ വെളുപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അത് വെളുപ്പിക്കുന്നത് നല്ലതല്ല. കാരണം ഇത് അവരുടെ ഗെയിമിന്റെ ഭാഗമായിരിക്കും. പക്ഷേ ഇത് മോശമായിട്ടുള്ളൊരു കാര്യമാണ്. റിലേഷൻഷിപ്പിലാണെങ്കിൽ ആണെന്ന് പറയണം, അല്ലാതെ ഇങ്ങനെ നടക്കുന്നത് ശരിയല്ലെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ റിലേഷൻഷിപ്പിലാണെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയാം, അത്രേ ഉള്ളൂ. അതല്ലാണ്ട് പിന്നെ അതിനെ പോളിഷ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകും. ഇത് പക്ഷെ സംഭവിക്കുന്നത് പോളിഷിംഗ് ആണ്. തലേ ദിവസം എപ്പിസോഡ് കണ്ടു എന്ന് പറഞ്ഞില്ലേ, അതിനകത്ത് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഈ സംഭവം എല്ലാവരും കണ്ടു. അതിനുശേഷം എല്ലാവരും ഒരുമിച്ചിരുന്ന് ഈ സംഭവത്തെ കുറിച്ച് സംസാരിച്ചു. അവിടെ അനുമോള് മാത്രമല്ല സംസാരിച്ചത്, എല്ലാവരും സംസാരിച്ചു. ബിഗ് ബോസിലെ RJ ബിൻസിയുടെ പുതിയ വീഡിയോ വന്നിട്ടുണ്ട്. അപ്പാനി സഹോദരനെ പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചാച്ചാന്നൊക്കെ വിളിച്ചിട്ടാണ് അവിടെ ഇറങ്ങിപ്പോയത്. ബിൻസി എവിക്റ്റ് ആയപ്പോ ഇപ്പൊ പറയുന്നത് സഹോദരനെ പോലെയാണെന്നാണ്. മാത്രമല്ല ഈ സംഭവത്തിലും പഴി കേട്ടത് അനുമോളാണ്. പലരും പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മറ്റുള്ളവർ എന്തിനാണ് ഇടപെടുന്നത്, അവരുടെ പേഴ്സണൽ കാര്യമല്ലേ. അതായത് ഇത് വീടല്ല, ബിഗ് ബോസ് ഹൗസ് ആണ്. അതിൽ പോയി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഗൈസ്, എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.